ആഹാ, നല്ല തണുപ്പ്. എഴുന്നേക്കണമെന്ന് വിചാരിച്ചതല്ല, എഴുന്നേറ്റേ പറ്റൂ. നാളെ ഒരു ഷൂട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇന്നെന്തിനാ എഴുന്നേക്കുന്നതെന്ന്. ഷൂട്ട് വേറെങ്ങുമല്ല, അത് കോഴിക്കോടാ. അപ്പൊ ഇന്നേ പോണം. ഇങ്ങനെ അമ്മയുടെ കയ്യിൽ നിന്ന് രാവിലെ ഒരു ചായ വാങ്ങിച്ചുകൊണ്ട് കുടിച്ചാലുണ്ടല്ലോ, അന്നത്തെ ദിവസം ഉഷാറായി. രാവിലെ സരിത നല്ല തിരക്കില്ല, ഫാർമസി പോകാനുള്ളതാണേ. ഞാനിവിടെ സഹായിച്ചാലേ എല്ലാം പെട്ടെന്നാവത്തുള്ളൂ. ഈ മീൻ പൊരിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഞാനല്ല. വേണ്ട, ഈ ഇരുന്ന് ഇലക്ഷന്റെ റിസൾട്ട് കാണുന്ന ആളിനെ കണ്ടോ? നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ചില ആൾക്കാരിങ്ങനെ സ്വന്തമായിട്ട് പാചകം ചെയ്താലും കഴിക്കണമെന്നുണ്ടെങ്കിൽ കണ്ടോ അമ്മ തന്നെ വിളമ്പി കൊടുക്കണം. ഇനിയിപ്പൊ സരിതയ്ക്ക് തിരക്കാണ്, ഇനി ആരെയും മൈൻഡ് ചെയ്യത്തില്ല, ഒറ്റ വിടിയില്ല. അപ്പൊ ഇനി കാഞ്ചീപുരത്തമ്മയ്ക്ക് ചെമ്പകപ്പൂ ആവാം. അപ്പൊ നമ്മുടെ പണിസാധനം എല്ലാം റെഡിയായി. പിള്ളേരെല്ലാം ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുന്നു. ഇത് ചേരാവള്ളമ്മ. ഈ മണ്ണിലൊന്ന് ചവിട്ടാതെ നമ്മൾ എവിടെയും പോകാറില്ല. ഇപ്പൊ കയറിയത് നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റാ. പുള്ളിയുടെ മാത്രം പ്രത്യേകതയാണ് വരുമ്പോ എന്തെങ്കിലും കഴിക്കാൻ കൊണ്ടുവരും. അങ്ങനെ ഫൈനലി നമ്മുടെ ദേവസിംഗ് രാജായി എത്തി. പക്ഷെ ഇതിലൊരു വലിയ വിഷമമുള്ളത്, നമ്മുടെ കുളിര് നമ്മുടെ കൂടെ ഇല്ല. അവൻ നമ്മുടെ കൂടെ ഇല്ലാത്തതൊരു വലിയ വിഷമമാണ്. ഇവൻ ഇന്ന് വിജയ് ജയിപ്പിച്ചേ അടങ്ങും. എറണാകുളം ഭാഗത്തോട്ടുള്ള യാത്രയാണെങ്കിൽ ഉച്ചയായി കഴിഞ്ഞാൽ ദാമോദര ഹോട്ടലിൽ നിന്ന് ഒരു ഊണ് നിർബന്ധം. നല്ല വാഴയില, നല്ല ചോറ, അതിനകത്തോട്ടുണ്ടല്ലോ നല്ല പുളിശ്ശേരിയൊക്കെ ഇങ്ങോട്ട് ഒഴിച്ച്, കൊഴുവ വറുത്തത്, നല്ല മൊരിഞ്ഞ വത്തി വറുത്തത്, നല്ല സിലോപ്പിയ കറി. അങ്ങനെ നമ്മൾ കോഴിക്കോടെത്തി. ഒരു ചെറിയ തട്ടുകടയിൽ നിന്ന് ഉഗ്രൻ ടേസ്റ്റുള്ള ഫുഡും കഴിച്ചു. അങ്ങനെ രാവിലെ തന്നെ നമ്മുടെ പിള്ളേർ റെഡിയായി. പക്ഷെ ബ്രൈഡ് ആൻഡ് ഗ്രൂം റെഡി ആയിട്ടില്ല. കാര്യം എന്താണെന്നറിയാവോ? ഈ മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ പ്രശ്നമാണ്. കല്യാണം പോലെ അങ്ങ് ഒരുക്കുക, എത്ര ഒരുക്കിയാലും പുള്ളിക്ക് മതിയാവത്തില്ല. ഇത് ഞങ്ങളുടെ പാക്കേജിലുള്ളതാട്ടോ. ബ്രൈഡ് ആൻഡ് ഗ്രൂം പറയുവാണെങ്കിൽ മാത്രം ഞങ്ങൾ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ കൊണ്ടുവരും. അങ്ങനെ നമ്മുടെ കാർ റെഡി, ഷെബിമോൻ റെഡി. നമ്മുടെ ഫസ്റ്റ് ഷൂട്ട് മുജുകുന്ന് ശിവ ടെമ്പിളിലാണ്. കാരണം അവിടെ നല്ല കൽപ്പടമുള്ള നല്ലൊരു ക്ഷേത്രക്കുളമുണ്ട്. രാവിലെ ആയതുകൊണ്ട് നല്ല ലൈറ്റിംഗ് ആയിരിക്കും. പക്ഷെ നമ്മൾ ഒരുപാട് വേറെ ആൾക്കാരെ പ്രതീക്ഷിച്ചാണ് പോയത്. എന്തായാലും അധികം ആൾക്കാർ നമുക്ക് അവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് നന്നായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റി. അങ്ങനെ വൈകുന്നേരത്തെ ബീച്ച് ഷൂട്ടും കഴിഞ്ഞു. അപ്പം നമുക്ക് ഇനി ഫോട്ടോസ് കണ്ടാലോ?